വെൽക്കം ടു സ്റ്റോറി ടെല്ലർ ഭാഗം 15. അച്ചുവിന്റെ നില ഗുരുതരമായി തന്നെ തുടർന്നു. ഡോക്ടർമാർ ഒരുപാട് തവണ പരിശ്രമിച്ചിട്ടും അവന്റെ ആ കുഞ്ഞു ശരീരം ഒരു മേജർ സർജറിയെ അതിജീവിക്കാനുള്ള അവസ്ഥയിൽ എത്തുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഒരു അവസാന ശ്രമം എന്നുള്ള നിലയിൽ അന്ന് വൈകുന്നേരത്തേക്ക് അവർ ആ സർജറി ഫിക്സ് ചെയ്തു. അപ്പോഴേക്കും ആരോഗ്യനില കുറച്ചുകൂടെ മെച്ചപ്പെടുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. 24 മണിക്കൂറിനുള്ളിൽ സർജറി നടത്തിയില്ലെങ്കിൽ അവന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമായിരുന്നു. ഐസുവിന്റെ പുറത്ത് അമൃത കണ്ണീരോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ജീവൻ രക്ഷിക്കാൻ ഇനി ആരോട് പറയണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയാതെ അവൾ അവിടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു നേഴ്സ് വാങ്ങി സർജറിക്കുള്ള സമ്മതപത്രം അവളിൽ നിന്നും സൈൻ ചെയ്ത് വാങ്ങിച്ചു. അതൊന്ന് വായിച്ചു നോക്കുപോലും ചെയ്യാതെയാ അവൾ സൈൻ ചെയ്തത്. നേഴ്സ് വിശദീകരിച്ചെങ്കിലും അവള് അതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ഈവനിങ് ആയപ്പോ മാത്യുവും മറ്റു 2 ഡോക്ടേഴ്സും കുറച്ച് നഴ്സുമാരും കൂടെ ഐസിയുവിലേക്ക് കയറി. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മേജർ സർജറിയാ ചെയ്യാൻ പോകുന്നത്. ഐസിയുവിലേക്ക് കടക്കും മുമ്പ് മാത്യു അവളോട് ചെന്ന് പറഞ്ഞു, അമൃതേ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാവും, നീ പ്രാർത്ഥിക്കണം. അത് കേൾക്കുമ്പോഴും അവളുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് 1-2 ഡോക്ടർമാരും 2 ഹൗസ് സർജൻസും ഇടയ്ക്ക് വെച്ച് കയറി പോകുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ അമൃത ഐസുവിന്റെ അടുത്തേക്ക് നോക്കി കണ്ണു നട്ടിരുന്നു. ഇടയ്ക്ക് എഴുന്നേറ്റ് ചെന്ന് കിളിവാതിലൂടെ അകത്തേക്ക് നോക്കി. പക്ഷെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോ അല്ലിയും അമ്മയും വന്നു. കരഞ്ഞു കലങ്ങിയ മുഖവുമായിട്ടാണ് അമൃതയുടെ അമ്മ അങ്ങോട്ടെത്തിയത്. ഞായറാഴ്ചയായിട്ടും ചേച്ചി ഇന്ന് കാണാതായപ്പോ തന്നെ അമ്മ തുടങ്ങിയതാ, അച്ചുവിന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദാ ഈ വേവലാതികൾ. ഉച്ചയ്ക്ക് മാത്യു ഡോക്ടർ വിളിച്ച് കാര്യങ്ങൾ പറയുന്നതുവരെ അമ്മയ്ക്ക് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. അല്ലി അമൃതയോട് പറഞ്ഞു, എനിക്കിന്ന് രാവിലെ ഒരിടം വരെ പോവാനുണ്ടായിരുന്നു, അതാ ഇന്നലെ വീട്ടിലേക്ക് വരണ്ടിരുന്നത്. അപ്പോഴേക്കും അവന് വയ്യാതായി. അമൃത നിർവികാരിയായി മറുപടി പറഞ്ഞു. മോളെ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അമ്മ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. കണ്ടീഷൻ ഇത്തിരി മോശമാണമ്മേ, സർജറി കഴിഞ്ഞാൽ അറിയാം. അമൃത അമ്മയുടെ കണ്ണിൽ നോക്കാതെ പറഞ്ഞു. അമ്മയുടെ മുഖത്ത് നോക്കിയാൽ കരഞ്ഞു പോകുമെന്ന് അവള് ഭയപ്പെട്ടു. ഈശ്വരാ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കൈകൂപ്പി അമ്മ അവിടെ കസേരയിലിരുന്നു. അപ്പോഴേക്കും അല്ലി ക്യാൻറ്റീനിൽ പോയി ചായ വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് 2 പേർക്കും കൊടുത്തു. അമൃത അത് കുടിക്കാൻ കൂട്ടാക്കിയില്ല. ഇത് കേട്ടതു മുതൽ അവൾക്ക് ജലപാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ സർജറി കഴിഞ്ഞ് 4 മണിക്കൂറും കഴിഞ്ഞ് 5-ാം മണിക്കൂറിലേക്ക് എത്തി. അമൃത അക്ഷമയോടുകൂടെ എഴുന്നേറ്റ് ഉലാത്താൻ തുടങ്ങി. അല്ലിയും അമ്മയും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടന്നില്ല. അങ്ങനെ സർജറി കഴിഞ്ഞ് 5.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ മാത്യുവും ബാക്കി എല്ലാ ഡോക്ടേഴ്സും കൂടെ ക്ഷീണിച്ച് അവശനായി അങ്ങോട്ട് ഇറങ്ങി വന്നു. 5.5 മണിക്കൂറിന്റെ അധ്വാനത്തിന്റെ ഭാരം അവരുടെ മുഖത്ത് കാണാമായിരുന്നു. മാത്യുവിനെ കണ്ടതും അമൃത അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അച്ചുവിന് എന്തായി എന്നറിയാനുള്ള ആകാംക്ഷ അവളുടെ മുഖത്തുണ്ടായിരുന്നു. മാത്യു, അവൾ ചോദ്യഭാവത്തിൽ അവനെ വിളിച്ചു. അമൃത, നമ്മുടെ ആര്യൻ ഒരു സ്ട്രോങ് കിഡാണ്, അവൻ സർവൈവ് ചെയ്തിടോ, പേടിക്കണ്ട. അങ്ങനെ മാത്യുവിന്റെ വാക്കുകൾ അവൾ കേട്ടത് ആ കാതുകൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. മാത്യു, എന്റെ അച്ചു എന്നവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തുടർന്നു. എന്റെ കുഞ്ഞ് രക്ഷപ്പെട്ടോ? അമ്മേ, ഇത് കേട്ടോ? നമ്മുടെ അച്ഛനും കുഴപ്പമൊന്നുമില്ലെന്ന്, അവൻ ഇനിയും നമ്മളോടൊപ്പം ഉണ്ടാവുന്ന്. അല്ലേ? അങ്ങനെ എല്ലാവരെയും മാറി മാറി വിളിക്കുക. അവൾക്ക് സന്തോഷം കൊണ്ട് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അമ്മ ഈശ്വരനോട് നന്ദി പറഞ്ഞു. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കൂടെ അല്ലിയും കരയാൻ തുടങ്ങി. മാത്യു തിരികെ ഓഫീസ് റൂമിലേക്ക് പോയി. അങ്ങനെ അവനെ 2 ദിവസം ഐസിയുയിൽ കടത്തിയതിനു ശേഷമാണ് മിനി ഐസിയുയിലേക്ക് മാറ്റിയത്. 2 ദിവസം കഴിഞ്ഞ് മാത്യു അതുവഴി പോകുമ്പോൾ അമൃത ഐസിയുവിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടു. അമൃത, കഴിഞ്ഞ 3 ദിവസമായിട്ട് നീ ഇവിടെ തന്നെയാണല്ലോ, വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തൂടെ നിനക്ക്? മാത്യു ചോദിച്ചപ്പോൾ പറ്റില്ലെന്ന് തലയാട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഞാൻ എവിടേക്കും പോകുന്നില്ല മാത്യു, ഞാൻ പോയാൽ അവൻ തനിച്ചാവില്ലേ? അമൃത, നീ ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വാശി പിടിച്ചാൽ എങ്ങനെയാ? അവസാനം അവനെ ഡിസ്ചാർജ് ചെയ്യുമ്പോ നിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. മാത്യു അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. മാത്യു, നീ എന്റെ നല്ലതിനു വേണ്ടി പറയാണെന്ന് എനിക്കറിയാം, പക്ഷെ അവനൊന്ന് എഴുന്നേറ്റ് നടക്കാതെ എവിടെ പോയാലും എനിക്കൊരു സമാധാനം കിട്ടില്ല. അമൃത പറഞ്ഞു. എന്നാ ശരി, നീ എവിടേക്കും പോണ്ട, ഇവിടെ ഇരിക്കാലോ. കഴിക്കാതെയും ഉറങ്ങാതെയും നീ ഇവിടെ നിന്നതുകൊണ്ട് ആരിനും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. മാത്യു അവളെ താക്കീത് ചെയ്തു. അമൃതയുടെ വേദന എന്താണെന്ന് അവളുടെ മുഖത്ത് കാണാമായിരുന്നു. 3 ദിവസത്തെ വിശ്രമമില്ലായ്മയും അവളെ കൂടുതൽ തളർത്തി. എങ്കിൽ നീ എന്റെ ഓഫീസിലേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ആരിന്റെ തുടർ ചികിത്സകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മാത്യു അവളെ ഓഫീസ് റൂമിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ മാത്യുവും അമൃതയും കൂടെ വരാന്തയിലൂടെ എന്തോ സംസാരിച്ച് നടക്കുന്നത് ശ്രീദേവ് ദൂരെ നിന്നേ കണ്ടിരുന്നു. ന്യൂറോ വാർഡിലേക്ക് റൗണ്ട്സിനായി പോകുമ്പോൾ അവരെ കണ്ട് ശ്രീദേവ് മറഞ്ഞു നിന്നു. അവർ പോയതിനു ശേഷം അവൻ ബോർഡിലേക്ക് പോയത്. അന്ന് അവന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോന്നതിനു ശേഷം അവളെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവര് ഓഫീസ് റൂമിൽ എത്തിയപ്പോൾ 2 ചായ കൊണ്ടുവരാൻ അറ്റൻഡറോട് പറഞ്ഞു. വാ, ഇരിക്കാം അമൃത.
നമുക്കിനി അടുത്ത സെറ്റ് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ അവന്റെ ശരീരം അതിനോട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം ഹോപ്പ് വെക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഗ്യാരണ്ടിയും ഇല്ല. എല്ലാം അവന്റെ വിധി പോലെ ഇരിക്കും. മാത്യു പറഞ്ഞു നിർത്തി. നമുക്ക് എന്താന്ന് വെച്ചാ ചെയ്യാം. അവന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ചികിത്സയും നമുക്ക് കൊടുക്കണം. അതിനി എത്ര രൂപ വേണ്ടി വന്നാലും. അമൃതയുടെ മുഖത്ത് അമ്മയുടെ വാത്സല്യത്തെക്കാളും കൂടുതലായി തന്റെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തുന്ന ഒരു സ്ത്രീയുടെ ഒരു വാശിയായിരുന്നു. മാത്യു ഒരു ദീർഘനിശ്വാസം എടുത്തു പറഞ്ഞു. ആ കഴിഞ്ഞ സർജറി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. 50-50 ചാൻസ് പോലും ഉണ്ടായിരുന്നില്ല. നിന്നോട് അത്രയും കടുത്തു പറയണ്ടെന്ന് കരുതിയാ മിണ്ടാതിരുന്നത്. അവൻ ശരിക്കൊരു മിറാക്കിൾ തന്നെയാണ്. അവൻ ആ സർജറി അതിജീവിക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടിപ്പോ അവനിപ്പോ എത്രയോ ബെറ്റർ ആയിരിക്കുന്നു. അവനെ ഒരു രോഗത്തിനും അങ്ങനെയൊന്നും തോൽപ്പിക്കാനാവില്ലടോ. താൻ ഇങ്ങനെ ഊണും ഉറക്കവും ഒക്കെ ഒഴിഞ്ഞ് ഇങ്ങനെ കാവലിരിക്കേണ്ട ആവശ്യമില്ല. മാത്യു അച്ചുവിന്റെ സർജറിയെ കുറിച്ച് വിശദീകരിച്ചു. അവൻ അങ്ങനെയൊന്നും തളരില്ല. എന്റെ വയറ്റിൽ അവൻ ജനിച്ചപ്പോ തന്നെ എന്തൊക്കെ അതിജീവിച്ചതാ ഞങ്ങളെ തളർത്താൻ ട്യൂമർ വിചാരിച്ചാലൊന്നും നടക്കില്ല. അമൃതയും ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നമുക്കേ നാളെ കീമോ സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഒട്ടും വൈകിക്കാൻ പറ്റില്ല. മാത്യു പറഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? അമൃത ചോദിച്ചു. പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാൽ പ്രശ്നം തന്നെയാണ്. അന്നത്തെ പോലൊരു കണ്ടീഷൻ ഇനിയും ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ ആരിന് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. മാത്യു വിശദീകരിച്ചു. അല്ല മാത്യു, അത് പെയിൻഫുൾ ആണോ? യെസ്, ഇത്തവണ നമ്മൾ ഇൻട്രാവീനസ് ആയിട്ടാണ് ഡ്രഗ്സ് അപ്ലൈ ചെയ്യുന്നത്. അത്യാവശ്യം ഡോസ് കൂടി ഡ്രഗ്സ് ആയതുകൊണ്ട് തന്നെ പല സൈഡ് എഫക്റ്റും ഉണ്ടായിരിക്കും. തലവേദന, ജോയിന്റ് പെയിൻ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് നോക്കാം. മാത്യു വളരെ വിഷമത്തോടെ എന്നാ പ്രതീക്ഷയോടെ അവളോട് പറഞ്ഞു നിർത്തി. അമൃതയ്ക്ക് അത് കേട്ടപ്പോ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവിടുത്തെ ബില്ലിന്റെ കാര്യങ്ങളൊന്നും ഓർത്ത് അമൃത ടെൻഷൻ ആവണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. മാത്യു അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ല മാത്യു, അതിനുള്ള പൈസയൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം. അമൃത ആ സഹായം നിരസിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടുത്തെ ഹോസ്പിറ്റൽ ബില്ലും കീമോയ്ക്കുള്ള ഡ്രഗ്സിന്റെ വിലയും എല്ലാം കൂടെ നിനക്കൊണ്ട് താങ്ങില്ല അമൃതേ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. മാത്യു അവളെ നിർബന്ധിച്ചു. അതെത്രയായാലും ഞാൻ അടച്ചോളാം മാത്യു. അമൃത പിന്നെയും വാശി പിടിച്ചു. ഞാൻ ഇന്നോ ഇന്നലെയോ കാണുന്നതല്ലോ ആര്യനെ. നീ ഈ സമയത്തെങ്കിലും നിന്റെ വാശി ഒന്ന് കുറയ്ക്കേ, മാത്യു പറഞ്ഞു. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. ഇപ്പൊ തന്നെ ഒരുപാടായി അവനു വേണ്ടി മാത്യു ചെലവാക്കുന്നു. അതൊക്കെ തിരിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇനിയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടണ്ട. അമൃത നന്ദിയോടെ മാത്യുവിനെ നോക്കി. കഷ്ടപ്പാടാണോന്ന് ഞാനല്ലേ പറയേണ്ടത്? എന്തായാലും ഹോസ്പിറ്റൽ ബില്ല് ഞാൻ കൊടുത്തോളാം, മാത്യു പറഞ്ഞു. അമൃത അത് സമ്മതിക്കാത്ത ഭാവത്തിൽ അവിടുന്ന് എഴുന്നേറ്റു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടി തലയിലെടുത്ത് വെച്ച് വെറുതെ ടെൻഷൻ ആവാൻ നിൽക്കണ്ട, മാത്യു അവളെ ഉപദേശിച്ചു. ഓക്കെ മാത്യു, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. അവൾ അതും പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. അച്ചുവിനെ കീമോതെറാപ്പി തുടങ്ങിയതുകൊണ്ട് അവളുടെ സാലറി ഒന്നിനും തികയാത്തൊരവസ്ഥയായിരുന്നു. അവളുടെ ഫുൾ ടൈം ഡിസൈനർ ജോലിയും പാർട്ട് ടൈം ജോലിയും പോരാത്തതിന് അവൾ മറ്റൊരു ജോലിയും നോക്കാൻ തുടങ്ങിയിരുന്നു. ഡിസൈനർ ജോലി കഴിഞ്ഞ് രാത്രിയിലെ പാർട്ട് ടൈം ജോലിക്ക് മുമ്പ് കുറച്ചു സമയം അവൾക്ക് ഒഴിവുണ്ടായിരുന്നു. ആ സമയത്തേക്ക് വേണ്ടിയാ അവൾ മറ്റൊരു ജോലി നോക്കുന്നത്. അവൾ ആലുവയിലെ തന്നെ ഹോട്ടൽ കം റെസ്റ്റോറന്റ് ആയ പാർക്ക് റവന്യൂയിലേക്ക് ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. നൈറ്റ് പാർട്ടിയും ബഹളവും ഡ്രിങ്ക്സും സ്മോക്കിങ്ങും ഇതൊക്കെ അവൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ വേറെ വഴിയുണ്ടായിരുന്നില്ല. അച്ചുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മറ്റൊരാളിൽ നിന്നും കടം വാങ്ങിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. കുടിക്കാനും വലിക്കാനും ഒന്നിനും താല്പര്യമില്ലാതിരുന്ന അമൃതയെ പിറ്റേ ദിവസം മുതൽ ആൽക്കഹോൾ മണക്കാൻ തുടങ്ങി. ഒരു ദിവസം പുലർച്ചെ 1 മണിക്കാണ് അമൃത പാർക്ക് റവന്യൂവിലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയത്. അവൾ ആകെ അവശയായിരുന്നു. വയറിനകത്തും തലയ്ക്കുള്ളിലൊക്കെ എന്തോ പെരുത്തു കയറുന്നത് പോലെ. സിഗരറ്റിന്റെ സ്മെല്ല് ഒരുപാട് സമയം ശ്വസിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അവൾ വാഷ്റൂമിൽ പോയി ഓക്കാനിക്കാൻ തുടങ്ങി. ഉറക്കവും ഭക്ഷണവും ഇല്ലാതെ പണിയെടുക്കുന്നത് പോരാഞ്ഞ് പാർക്ക് റവന്യൂവിലെ ജോലി കൂടിയായപ്പോൾ അവളുടെ ശാരീരിക നില ആകെ താളം തെറ്റിയിരുന്നു. അവളുടെ ശബ്ദം കേട്ട് അല്ലി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. എന്താ ചേച്ചി, എന്തു പറ്റി? ഒന്നുമില്ല, ഗ്യാസ് കയറിയെന്നാ തോന്നുന്നത്, അമൃത നിസ്സാരമായി പറഞ്ഞു. അല്ല ചേച്ചി, ആൽക്കഹോൾ മണക്കുന്നുണ്ടല്ലോ. ചേച്ചിക്ക് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ? അല്ലിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. പാർക്ക് റവന്യൂയിലെ നൈറ്റ് ഷിഫ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, വേറെ വഴിയില്ലല്ലേ, അമൃത തൊണ്ട തടവിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി ഇതെന്ത് ഭാവിച്ചാ? എല്ലാം കൂടെ ഏറ്റെടുത്ത് ഒന്നിനും പറ്റാത്ത അവസ്ഥയാവരുത്, ഞാൻ പറഞ്ഞേക്കാം. അല്ലേ ഒന്ന് ദേഷ്യപ്പെട്ടു. ഒന്ന് പതുക്കെ അല്ലേ, അമ്മ കേൾക്കണ്ട. ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ ഉണ്ട് നമ്മുടെ അമ്മയ്ക്ക്, ഇനി ഇതും കൂടെ അറിയിക്കണ്ട. അമൃത അല്ലിയെ ശ്വാസിച്ചു. ചേച്ചി, അച്ചുവിന്റെ ചികിത്സയ്ക്കുള്ള പണം നമുക്കുണ്ടാക്കാം, അതിന് ചേച്ചി ഇങ്ങനെ ചത്തു പണിയെടുക്കണ്ട, അല്ലി പറഞ്ഞു. ഒരു സംശയത്തോടെ എങ്ങനെ എന്ന് ചോദിച്ച അമൃത അവളെ നോക്കി. നമ്മുടെ കുറച്ച് ബന്ധുക്കളില്ലേ, അവരോട് ചോദിക്കാം, ആരെങ്കിലും ഒക്കെ സഹായിക്കാതിരിക്കില്ല നമ്മളെ, അല്ലേ പ്രതീക്ഷയോടെ പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മളെ അവർക്ക് കണ്ടൂടാ. പോരാത്തതിന് അച്ചുവിന്റെ കാര്യവും പറഞ്ഞു ചെന്ന ആട്ടി ഒടിക്കും എല്ലാവരും കൂടെ. അവരുടെ ഒന്നും ഒരു സഹായവും എന്റെ മോന് വേണ്ട, അമൃത എതിർത്തുകൊണ്ട് പറഞ്ഞു. അല്ല ചേച്ചി, എല്ലാവരും സഹായിക്കുന്നല്ല, ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്താൽ അതിപ്പോ നമുക്ക് വലിയൊരു ഉപകാരാവില്ലേ, അല്ലി വീണ്ടും പറഞ്ഞു നോക്കി.
ഞാനും എന്റെ മകനും ആർക്കൊരു ശല്യമാവാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം. പിന്നെ ബന്ധുക്കളുടെ കാര്യമൊന്നും നീ പറയണ്ട. അച്ഛൻ മരിച്ചിട്ട് നമ്മൾ 3 പെണ്ണുങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരോടാ ഇപ്പൊ നീ പൈസ ചോദിക്കാൻ പോവാൻ പറയുന്നേ. നീ എന്താ അതൊക്കെ മറന്നോ? അമൃത ദേഷ്യവും സങ്കടവും എല്ലാം ചേർന്നങ്ങ് പറഞ്ഞു. പിന്നെ അല്ലി കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. അല്ലി അമൃതയെ കെട്ടിപ്പിടിച്ചു. അമൃത എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടെന്ന് അല്ലിക്ക് നന്നായിട്ട് അറിയാം. അല്ലി, ഞാനകെ തളർന്നു മോളെ, അമൃത പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എല്ലാം ശരിയാവും ചേച്ചി, അല്ലി അവളെ ആശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം ജോലി കഴിഞ്ഞ് ഹോട്ടലിൽ നിന്നും ഇറങ്ങാൻ നിൽക്കായിരുന്നു അമൃത. അപ്പോഴാ മാനേജർ ധൃതിയിൽ അവളുടെ അടുത്തേക്ക് നടന്നു വന്നത്. അമൃത ഇറങ്ങാൻ നിൽക്കാണോ? ആ അതെ സാർ, എന്റെ ഷിഫ്റ്റ് കഴിഞ്ഞു, അമൃത പറഞ്ഞു. എങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? മാനേജർ ചോദിച്ചു. ഇന്ന് VIP റൂമില് നമുക്ക് കുറച്ച് ലേറ്റ് നൈറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്. അവസാനം വന്ന ബുക്കിംഗാ, അതുകൊണ്ട് സ്റ്റാഫ് ഷോർട്ടേജ് വന്നു. അയാൾ ഒന്ന് നിർത്തി അമൃതയോട് ചോദിച്ചു. അമൃതയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതൊന്ന് കേറാമോ? ഇവിടുത്തെ അത്ര പണിയില്ല, പക്ഷെ കമ്മീഷൻ കൂടുതലുണ്ട്. ഓക്കെ സാർ, ഞാൻ വരാം. കൂടുതൽ പേയ്മെന്റ് കിട്ടുമെന്ന് കേട്ടപ്പോൾ വേറൊന്നും ആലോചിക്കാതെ വരാമെന്ന് അവൾ സമ്മതിച്ചു. VIP റൂമിൽ ഡ്രിങ്ക്സ് സെർവ് ചെയ്യാൻ ഒരാൾ പോരെന്ന് അവൾക്കറിയാമായിരുന്നു. ഡ്രിങ്ക്സിനൊപ്പം കസ്റ്റമേഴ്സിന് തൊടാനും തലോടാനും നിന്ന് കൊടുക്കേണ്ടി വരുമെന്നും അവൾക്കറിയാമായിരുന്നു. ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരാമെന്ന് മാനേജറോട് പറഞ്ഞു. സൂര്യ മെഡിസിറ്റിയിലെ ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു പാർക്ക് റവന്യൂലെ അവസാനത്തെ ബുക്കിംഗ്. ന്യൂറോളജിയിലെ എല്ലാ നഴ്സുമാരും ഡോക്ടർമാരും ക്ലറിക്കൽ ആൻഡ് ക്ലീനിംഗ് സ്റ്റാഫുകളും അന്ന് പാർക്ക് റവന്യൂവിൽ ഒത്തുകൂടി. ആ വർഷത്തെ ആനുവൽ റേറ്റിംഗിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു എല്ലാത്തിനും മുന്നിൽ. അതിന്റെ ആഘോഷത്തിനാ എല്ലാവരും അവിടെ കൂടാന്ന് കരുതിയത്. എല്ലാവരുടെയും ഷിഫ്റ്റ് കഴിഞ്ഞ് 1 മണിയായപ്പോഴാണ് അവർ ഫംഗ്ഷൻ വെച്ചത്. ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ജോസഫ് വടക്കനും സർജന്മാരായ ഡോക്ടർ ശ്രീദേവും ഡോക്ടർ പ്രകാശും ഡോക്ടർ ഡേവിഡും ഡോക്ടർ ശിവാനി ഡോക്ടർ റിയാസ് അങ്ങനെ എല്ലാ സ്റ്റാഫുകളും കൃത്യസമയത്ത് അവിടെ എത്തി. എല്ലാവരും കൂടെ ചേർന്ന് വെള്ളമടിച്ച് ഡാൻസ് കളിച്ച് അവിടുന്ന് പിരിയാന്നല്ലാതെ വേറെ അജണ്ടയൊന്നും ആ ഒത്തുകൂടലിൽ ഉണ്ടായിരുന്നില്ല. അവിടേക്കാ അമൃത VIP ഹോസ്റ്റായി വരാമെന്ന് ഏറ്റത്. ഹോസ്പിറ്റലിലെ സ്റ്റാഫാകും അതിഥികൾ എന്ന് അമൃതയെ അവിടെ വെച്ച് കാണുമെന്ന് ശ്രീദേവും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അങ്ങനെ ഭാഗം 15 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഭാഗം 16 ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്